ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ലോകപ്രകാരം വിശുദ്ധനായ ഒരു മനുഷ്യന് സ്വർഗം നഷ്ടപ്പെട്ടത്. അതിൻ്റെ 27-ാം വാക്യത്തിൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് പറഞ്ഞു. ഇന്ന് ലോകമെമ്പാടും ഹീലിംഗ് മിനിസ്ട്രി സൺഡേ ആയിട്ടും ആഘോഷിക്കുന്ന ദിവസമാണ്. കമ്പാഷൻ, ലവിങ് ആൻഡ് സഫറിങ് ടുഗദർ. കഷ്ടപ്പാടും സ്നേഹവും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാൾക്ക് സൗഖ്യദായകൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത്, ആ സൗഖ്യത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത്. ദൈവമക്കൾ ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഒരു പള്ളിപ്രമാണി എല്ലാം പാലിക്കുന്ന ഒരാൾ, അദ്ദേഹം വ്യഭിചാരം ചെയ്യുന്നില്ല, കൊല ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല, അപ്പനെ അമ്മയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുറവുണ്ട്, അദ്ദേഹം പാവപ്പെട്ടവരൊന്നും കൊടുക്കുകയില്ല, ദരിദ്രർക്കൊന്നും കൊടുക്കുകയില്ല. അതുകൊണ്ട് അവനോട് കർത്താവ് പറയുന്നുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് പുറത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിന്ന് നിക്ഷേപം ഉണ്ടാകും. സ്വർഗീയ നിക്ഷേപത്തിൽ നമ്മൾക്ക് പങ്കുവയ്ക്കലിൻ്റെ ആ അനുഭവമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി മനുഷ്യനാൽ ഇത് അസാധ്യമാണ്, ദൈവത്താൽ സാധ്യമാണ്. സ്വർഗരാജ്യം ആർക്കും നഷ്ടപ്പെടരുത്. മറ്റുള്ളവർക്ക് അനുഗ്രഹവും ഹീലിങ്ങുമായിരിക്കും. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഭൂമിയിൽ ഞങ്ങൾ വിശുദ്ധന്മാരാകുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളിലുള്ള അശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ കരുതാതെ ഇരിക്കുന്നതും സ്നേഹിക്കാതെ ഇരിക്കുന്നതും ഞങ്ങളിലുള്ള അശുദ്ധിയാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളിലും കോളേജുകളിലും ഓർഫനേജുകളിലും ജയിലുകളിലുമുള്ള എപ്പേർപ്പെട്ടവർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്രമജീവിതം നയിക്കുന്ന കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഉണ്ടായിരുന്ന മരണാനന്തരം സ്വർഗരാജ്യം ലഭ്യമായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മുഖത്ത്, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.